കൂട്ടുകാരെ സ്നേഹക്കൂട്ട് പുത്തൻ പ്രമോല ജോത്സ്യം കട്ടക്കലിപ്പിലാണ്. ജോത്സ്യം പറയുന്നുണ്ട് മാധവന്റെ മരണത്തിന് പേരിൽ പല ദുരൂഹതകളുണ്ട്, ഇതൊരു കൊലപാതകമാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ പ്രതാപൻ ഞെട്ടുന്നുണ്ട്. പ്രതാപൻ അപ്പോൾ ആ മാധവൻ വിഷം കൊടുത്ത ആ ഒരു രംഗങ്ങളൊക്കെ പ്രതാപന്റെ മനസ്സിൽ കൂടി ഇങ്ങനെ ഓടുകയാട്ടോ. അപ്പൊ നമ്മുടെ സേതുവും പല്ലവിയും പൂർണിമാവും എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നിൽക്കുവോ, കൊലപാതകമോ എന്നുള്ള രീതിയിൽ. അപ്പൊ പ്രതാപനാണെങ്കിൽ ആകെപ്പാടെ കലിയിളകി നിൽക്കുവോ, തന്റെ കള്ളത്തരമുള്ള പൊളിയാൻ പോകുന്നു. അപ്പൊ ജോത്സ്യനോട് നമ്മുടെ പ്രതാപൻ കിടന്ന് ചൂടാവുന്നുണ്ട്. നിങ്ങൾക്ക് ആര് കാശ് തന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ വക വർത്താനങ്ങളൊക്കെ പറയുന്നത്, ഇവിടെ ഒരു ശുഭകർമ്മം നടക്കാൻ പോകുന്ന വീടാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജോത്സ്യന്റെ മെക്കിട്ട് കയറുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ജോത്സ്യം പോകാൻ പോകുമ്പോൾ നമ്മുടെ സേതുവിന്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ഈ വീട്ടിൽ നിന്നും പോകരുത്, നിങ്ങൾ ഈ വീടിന്റെ ഒരു ബലമാണ്, നിങ്ങൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടാകണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പല്ലവിയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ സേതുവിന്റെ ഒപ്പം നിങ്ങളും ഉണ്ടാകണം, സേതുവിന് അത് ഒരു ആശ്വാസവും ബലവുമാണ്. പല്ലവി ഈ വീട്ടിൽ നിന്നും പോകരുതെന്ന് നമ്മുടെ ജോത്സ്യൻ നമ്മുടെ പല്ലവിയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പറയുന്ന ഒരു നിമിഷങ്ങളാട്ടോ കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ ജോത്സ്യൻ പോയതിന് പിന്നാലെ നമ്മുടെ സേതു നമ്മുടെ പ്രതാപനെ മതിലിൽ കയറ്റി പഞ്ഞിക്കിടുന്നുണ്ട്. താൻ എന്താണോ ജോത്സ്യന്റെ വെക്കിട്ട് കയറിയത്, തനിക്ക് എന്തൊക്കെയോ ഒരു ദുരുദ്ദേശം ഉണ്ടല്ലോ, തനിക്ക് എന്തൊക്കെയോ കള്ളത്തരം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സേതു നമ്മുടെ പ്രതാപനെ മതിലിൽ കയറ്റി ചാരി നിർത്തി രണ്ടെണ്ണം പൊട്ടിക്കുന്ന ഒരു ദൃശ്യങ്ങളും നമുക്ക് സ്നേഹക്കൂട്ട് പുത്തൻ പ്രമോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ പ്രതാപന്റെ കള്ളത്തരം ഏതാണ്ട് പൊളിയാൻ സമയമായി അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കിക്കാണാം. അപ്പൊ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.